നമസ്കാരം. ഒന്നാലോചിച്ചു നോക്കൂ. ഏകദേശം ഒരു 50 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മനുഷ്യൻ വീണ്ടും ചന്ദ്രനിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അതെ, നാസയുടെ ആർടെമിസ് 2 മിഷനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മനുഷ്യന്റെ ബഹിരാകാശ യാത്രയിൽ ഇതൊരു പുതിയ തുടക്കമാണ്. അപ്പോൾ എന്താണ് ഈ മിഷൻ? ആരാണ് പോകുന്നത്? നമുക്ക് നോക്കാം. അല്ല, ശരിക്കും 50 വർഷം അപ്പോളോ മിഷനറിക്ക് ശേഷം ഇത്രയും കാലം നമ്മൾ എന്തിനാ കാത്തിരുന്നത്? പെട്ടെന്നിപ്പോൾ എന്താ വീണ്ടും ചന്ദ്രനിലേക്കൊരു പോക്ക്? ഈ ചോദ്യങ്ങൾക്കൊരു ഉത്തരമുണ്ട്. ആ ഉത്തരമാണ് ആർടെമിസ് 2 എന്ന ഈ ദൗത്യം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഏതൊരു സ്പേസ് മിഷൻ എടുത്താലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാരാ? അതിലെ യാത്രക്കാർ തന്നെ, അല്ലേ? ആർടെമിസ് 2-ൽ ചരിത്രം കുറിക്കാൻ പോകുന്നത് 4 പേരാണ്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെട്ടാലോ? അപ്പോൾ ഇതാണ് ആ ടീം. കമാൻഡർ സീറ്റിൽ നാസയുടെ റീഡ് വൈസ്മാൻ, പൈലറ്റായിട്ട് വിക്ടർ ഗ്ലോവർ, കൂടെ മിഷൻ സ്പെഷ്യലിസ്റ്റുകളായി ക്രിസ്റ്റീന കോക്കും കനേഡിയൻ സ്പേസ് ഏജൻസിയിൽ നിന്ന് ജെറമി ഹാൻസനും. അപ്പോൾ ഇതൊരു ഇന്റർനാഷണൽ ക്രൂ ആണ്. പക്ഷേ ഈ 4 പേരിൽ 2 പേർ ഒരു പുതിയ ചരിത്രം തന്നെ എഴുതി ചേർക്കാൻ പോവുകയാണ്. ആരാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? നമുക്ക് നോക്കാം. ഇദ്ദേഹമാണ് വിക്ടർ ഗ്ലോവർ. നാസയുടെ പൈലറ്റാണ്. ഇദ്ദേഹം ചന്ദ്രനിലേക്ക് പോകുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരൻ എന്ന ചരിത്ര നേട്ടമാണ് സ്വന്തമാക്കാൻ പോകുന്നത്. ശരിക്കും സ്പേസ് എക്സ്പ്ലോറേഷന്റെ ചരിത്രത്തിലെ തന്നെ വലിയൊരു കാര്യമാണിത്. അതുപോലെ തന്നെ ഇതാണ് ക്രിസ്റ്റീന കോക്ക്, ചന്ദ്രനിലേക്ക് പറക്കുന്ന ആദ്യത്തെ വനിത. ഒന്ന് ഓർത്തു നോക്കൂ, ഇതുവരെ ഒരു സ്ത്രീ പോലും ചന്ദ്രന്റെ അത്രയും ദൂരേക്ക് പോയിട്ടില്ല. അപ്പോൾ ലോകമെമ്പാടുമുള്ള സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് ശാസ്ത്രരംഗത്തുള്ളവർക്ക് ഇതൊരു വലിയ ഇൻസ്പിറേഷനാണ്. അപ്പോൾ ഈ 4 പേരും കൂടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു 10 ദിവസത്തെ മിഷനാണെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ഈ 10 ദിവസം കൊണ്ട് നടക്കാൻ പോകുന്നത്? നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അതെ, കൃത്യം പറഞ്ഞാൽ ഏകദേശം 10 ദിവസത്തെ ഒരു യാത്രയാണിത്. ലോഞ്ച് മുതൽ തിരിച്ചു ഭൂമിയിൽ വന്ന് ലാൻഡ് ചെയ്യുന്നതുവരെ. ഈ 10 ദിവസം വെറുതെ ചന്ദ്രന് ചുറ്റി കറങ്ങി വരികയല്ല, അവർക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. പക്ഷേ ഇവിടെ എല്ലാവരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപക്ഷെ നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാവും ഇവർ ചന്ദ്രനിൽ കാലുകുത്താൻ പോവുകയാണെന്ന്. എന്നാൽ അല്ല, ഈ മിഷനിൽ ആരും ചന്ദ്രനിൽ ഇറങ്ങുന്നില്ല. ഇതൊരു ലാൻഡിംഗ് മിഷനല്ല. പിന്നെന്താ? ഇതൊരു ടെസ്റ്റ് ഫ്ലൈറ്റാണ്. സിമ്പിളായി പറഞ്ഞാൽ, നമ്മളൊരു പുതിയ കാർ വാങ്ങിയാൽ ലോങ് ട്രിപ്പ് പോകുന്നതിന് മുൻപ് ഒന്ന് ഓടിച്ചു നോക്കില്ലേ എല്ലാം ഓക്കെയാണോ എന്ന്? ഏകദേശം അതുപോലൊരു സംഭവം. അതുകൊണ്ടുതന്നെ ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം ഇതാണ്: സേഫ്റ്റി ചെക്ക്. ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ റോക്കറ്റായ SLS, പിന്നെ യാത്രികർക്കുള്ള ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റ്, ഇതൊക്കെ മനുഷ്യരെയും കൊണ്ട് ഇത്രയും ദൂരം പോകുമ്പോൾ സേഫാണോ എന്ന് നേരിട്ട് ഉറപ്പുവരുത്തണം. ഈ ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ നമുക്ക് മുന്നോട്ടു പോകാൻ പറ്റൂ. ഭാവിയിലെ എല്ലാ ചാന്ദ്രയാത്രകളുടെയും അടിത്തറ ഈ മിഷനാണ്. അപ്പോൾ ഈ യാത്രയുടെ ഒരു രൂപരേഖ എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. സ്റ്റെപ്പ് 1, ഫ്ലോറിഡയിൽ നിന്ന് റോക്കറ്റ് വിക്ഷേപിക്കുന്നു. സ്റ്റെപ്പ് 2, ചന്ദ്രനിലേക്കുള്ള യാത്ര തുടങ്ങുന്നു. സ്റ്റെപ്പ് 3, ചന്ദ്രനെ ഒന്ന് വലം വെച്ച് തിരിച്ചു വരുന്നു. സ്റ്റെപ്പ് 4, ഭൂമിയിലേക്ക് മടക്കയാത്ര. അവസാനം സ്റ്റെപ്പ് 5, പസഫിക് സമുദ്രത്തിലേക്ക് സേഫായി ലാൻഡ് ചെയ്യുന്നു. ഈ 5 സ്റ്റെപ്പുകളിലാണ് ഈ മിഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ വീണ്ടും അതേ ചോദ്യത്തിലേക്ക് വരാം. എന്തിനാണ് ഇങ്ങനൊരു ടെസ്റ്റ് ഫ്ലൈറ്റ്? എന്തിനാണ് ഈ ആർടെമിസ് 2 മിഷന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്? അതിന്റെ കാരണം എന്താണെന്ന് നോക്കാം. അതിന്റെ ഉത്തരം തൊട്ടടുത്ത മിഷനിൽ തന്നെയുണ്ട്. അതായത് ആർടെമിസ് 2 ഒരു 100% വിജയമായാൽ മാത്രമേ നാസയ്ക്ക് അടുത്ത മിഷനായ ആർടെമിസ് 3ക്ക് ഗ്രീൻ സിഗ്നൽ കൊടുക്കാൻ പറ്റൂ. എന്താണ് ആർടെമിസ് 3യുടെ പ്രത്യേകത? ആ മിഷനിലാണ് മനുഷ്യൻ വീണ്ടും ചന്ദ്രനിൽ കാലുകുത്താൻ പോകുന്നത്. അപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ ആർടെമിസ് 2 ആണ് ചന്ദ്രനിലേക്കുള്ള നമ്മുടെ വാതിൽ തുറന്നു തരുന്ന താക്കോൽ. പക്ഷെ കഥ ഇവിടെ തീരുന്നില്ല. നമ്മുടെ ലക്ഷ്യം വെറും ചന്ദ്രൻ മാത്രമല്ല, അതിലും വലിയൊരു സ്വപ്നത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണിത്. ഏതാണ് ആ സ്വപ്നം? ചൊവ്വ. അതെ, മനുഷ്യനെ ചൊവ്വയിലേക്ക് അയക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ട്രെയിനിംഗ് ഗ്രൗണ്ടാണ് ഈ ആർടെമിസ് മിഷനുകൾ. മനുഷ്യർക്ക് എങ്ങനെ ഇത്രയും കാലം ബഹിരാകാശത്ത് ജീവിക്കാൻ പറ്റും, അതിലുള്ള ടെക്നോളജികൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ ചാന്ദ്രദൗത്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ ആർടെമിസ് 2 വിജയിച്ചാൽ മനുഷ്യന്റെ സ്പേസ് എക്സ്പ്ലോറേഷനിൽ ഒരു പുതിയ ചാപ്റ്റർ തന്നെ തുറക്കും. ഭാവിയിൽ എന്തൊക്കെ നടക്കുമെന്നുള്ളതിന് ഒരു ലിമിറ്റും ഉണ്ടാവില്ല. സാധ്യതകൾ ഒരുപാടുണ്ട്. ഈ വിവരങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വലിയ ചോദ്യം വരും, അല്ലേ? എന്നെങ്കിലും മനുഷ്യന് ചന്ദ്രനിൽ വീടൊക്കെ വച്ച് ഒരു കോളനി സ്ഥാപിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചന്ദ്രനിലൊരു മനുഷ്യ കോളനി, ഈ വലിയ സ്വപ്നത്തെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.